ഫ്രണ്ട്സ്, കൂടി നമസ്കാരം. അങ്ങനെ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഉള്ള കൂടിക്കാഴ്ച ഏകദേശം തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. മോഡി അമേരിക്കയിലേക്ക് ഫെബ്രുവരി 12, 13 തീയതികളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് തന്നെയായിരിക്കും. കാരണം ഇരു രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ട്രംപിൻ്റെ പലതരത്തിലുള്ള നയങ്ങൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കും, ഇന്ത്യ, ചൈന, കൊളംബിയ, മെക്സിക്കോ, കാനഡ, മറ്റു പല രാജ്യങ്ങളെയും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യം പറഞ്ഞാണ്. ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തിരിച്ചെടുക്കാൻ തയ്യാറല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരെ വ്യാപാര നികുതി അല്ലെങ്കിൽ ട്രേഡ് ടാരിഫ് അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള ഈ അനധികൃത കുടിയേറ്റക്കാരിൽ കുറേ ആൾക്കാരെ കഴിഞ്ഞ ദിവസം അവിടുന്ന് ട്രംപ് പാക്ക് ചെയ്ത് തന്നു. അതിൻ്റെ വാർത്ത നമ്മൾ കേട്ടതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മീറ്റിംഗാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തിലെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ അമേരിക്ക ഒരു സൂപ്പർ പവർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും മോസ്റ്റ് പവർഫുൾ നേഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഡിഫെൻസീവിൽ നമ്മളായിരിക്കും എപ്പോഴും നില. ഓക്കെ, പല കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ദോഷങ്ങൾ ഉണ്ടാക്കും. എന്നിരുന്നാൽ തന്നെയും ഒരു പവർഫുൾ നേഷൻ എന്ന രീതിയിൽ അമേരിക്കയേക്കാൾ കൂടുതൽ ദൂരവ്യാപകമായിട്ട് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ ദോഷം ഉളവാക്കാൻ സാധ്യതയുള്ള അത് ഇന്ത്യക്കായിരിക്കും. അപ്പം ഇന്ത്യക്കാണ് ഈ ഒരു മീറ്റിംഗ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ചയെ പല രീതിയിൽ തടസ്സപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ വളർന്നു വരുന്നൊരു ശക്തിയാണ്. കാരണം അമേരിക്കയ്ക്കും പല കാര്യങ്ങളിൽ, പല മേഖലകളിലും, പല റീജിയനിലും ഇന്ത്യയെ കൂടാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. കാരണം ഇന്ത്യ ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ള ശക്തിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ വളരാനുള്ള സാധ്യതകളും എല്ലാം കണക്കിലെടുത്ത്, ചൈന ഫാക്ടർ കണക്കിലെടുത്ത്, ചൈനയെ ഒപ്പോസ് ചെയ്യാൻ പൂർണ്ണമായിട്ടില്ലെങ്കിലും ചില ഏരിയകളിൽ, ചില മേഖലകളിൽ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ന് ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാണ് അതിനകത്തിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കപ്പാസിറ്റി മിലിറ്ററി സെക്യൂരിറ്റി വൈസ് എല്ലാം അമേരിക്ക അത് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കാലഘട്ടത്തെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച തന്നെയായിരിക്കും മോഡിയും ട്രംപും തമ്മിലുള്ള. ആദ്യത്തെ ടേമിൽ മോഡിക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ മോഡി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ത്യക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം അത്രയും ഇപ്പോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ട്രംപ് നൽകുന്നില്ല എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ചില ഫോർമലായിട്ടുള്ള പൊളിറ്റിക്സ്, എക്കണോമിക്സ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് ഉള്ള ആശങ്കകൾ ആണ്. പക്ഷേ മറ്റ് ചില മോഡിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിഷൻ സൈഡിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനി ഫാക്ടറുണ്ട്. അപ്പം അദാനിക്കെതിരെ അമേരിക്കയിൽ നിയമപരമായിട്ടുള്ള നടപടികൾ ജോ ബൈഡൻ്റെ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പം അത് തീർച്ചയായിട്ടും മോഡി ട്രംപിനെ മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വിഷയം അത് ഒരുപക്ഷെ
പരസ്യമായിട്ടായിരിക്കത്തില്ല. കാരണം അദാനി വിഷയം മോഡി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ട്രംപുമായിട്ട്, അത് രാജ്യത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കത്തില്ല. മറിച്ച് അത് മറ്റ് ചില പ്രൈവറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് എതിർവശത്തു നിന്നുള്ള ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വിസിറ്റ് പല രീതിയിലും ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ഒക്കെ മോഡിയെ സംബന്ധിച്ച്, ഫോർമലായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, ഇൻഫോർമലായിട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ മോഡിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മീറ്റിംഗ് കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അങ്ങനെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പം ഇവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് ഈ തീരുവയുടെ ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് അമേരിക്കയിലേക്ക് ഉണ്ടോ അവരെ തിരിച്ചെടുക്കുവാൻ ആ രാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിൽ അവർക്കെതിരെ ഈ പറഞ്ഞ പിന്നെ ടാരിഫ് അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിൻ്റെ ഒരു പുതിയ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഫെബ്രുവരി 12, 13, അതായത് ഈ മാസം 12, 13 മോഡി അമേരിക്ക വിസിറ്റ് ചെയ്യും എന്നുള്ളൊരു തീരുമാനമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് മോഡിയെ സംബന്ധിച്ച് ട്രംപിൻ്റെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേഷനിൽ മോഡിയുടെ ഫസ്റ്റ് ബയലാറ്ററൽ ഉഭയകക്ഷി വിസിറ്റാണത്. അപ്പോൾ ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ട്രേഡ്, ഇമിഗ്രേഷൻ, ഡിഫൻസ്, സെക്യൂരിറ്റി, റീജിയണൽ സെക്യൂരിറ്റി, അതായത് ക്വാഡ് സംബന്ധമായിട്ടുള്ള ഡിഫൻസ് സെക്യൂരിറ്റി, ഈ പറഞ്ഞ പ്രധാന മേഖലകളെ കുറിച്ചെല്ലാം തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഇരു നേതാക്കളും തമ്മിൽ ചർച്ചകൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഈ പ്രധാനപ്പെട്ട മേഖലകൾ മാത്രമേ ഉള്ളൂ. ഇമിഗ്രേഷൻ ഒരു വിഷയമാണ്. പിന്നെ ട്രേഡിൽ ട്രംപ് ഇന്ത്യക്കെതിരെ ഒത്തിരി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യയെ കടന്നാക്രമിക്കുകയൊക്കെ ചെയ്തതാണ്. കാരണം ഇന്ത്യയും ചൈനയും ബ്രസീലുമാണ് ഏറ്റവും കൂടുതൽ വലിയ ട്രമൻഡസ് ടാരിഫ് മേക്കേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ ടാരിഫ് നികുതി അല്ലെങ്കിൽ ചുങ്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന രാജ്യങ്ങൾ ചൈനയാണ്, ഇന്ത്യയാണ്, ബ്രസീലാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രംപ് നമുക്കറിയാം മറ്റ് അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള, കാണാത്ത തരത്തിലുള്ളൊരു അപ്രോച്ചാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള. പുള്ളി വളരെ ബ്ലണ്ടാണ്. ഏത് കാര്യങ്ങളും എത്ര ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളായാലും അമേരിക്കയുടെ ഫോറിൻ പോളിസിയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും വളരെ ബ്ലണ്ടായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ചു പറയുന്ന ഒരു പ്രസിഡന്റ് കൂടിയായിരുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റാണ് ട്രംപ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് പ്രസിഡന്റ് ഒന്നും ഇതുപോലുള്ള ഈ മറ്റ് രാജ്യങ്ങൾക്കെതിരെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ പോളിസി എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഓപ്പണായിട്ടുള്ള ടോക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പൊതുവെ അങ്ങനെ കേൾക്കാറില്ല നമ്മൾ. പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഒരു ഹാർഡായിട്ടുള്ള നെഗോഷിയേറ്ററാണ്, ഹാർഡായിട്ടുള്ള ബാർഗെയിനറാണ്. ഏത് രാജ്യത്തോടും പുള്ളി അങ്ങനെ തന്നെയാണ്. അത് സെയിം സമീപനം തന്നെയാണ് പുള്ളി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം പുള്ളി തീരുമാനിച്ച കാര്യങ്ങൾ അതുകൊണ്ട് പോകും, അല്ലെങ്കിൽ അത് നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പം ട്രേഡ്, ഡിഫൻസ്, റീജിയണൽ സെക്യൂരിറ്റി, ഈ കാര്യങ്ങളെല്ലാം തന്നെ മോഡിയുടെ വിസിറ്റിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുടിയേറ്റം വലിയൊരു വിഷയമാണ്. 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകൾ, 104 അത് കൂടുതലുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ 104 ഇന്ത്യൻ, 104 അനധികൃത കുടിയേറ്റക്കാരാണ്. അതിപ്പോൾ നമുക്ക് അമേരിക്ക കുറ്റം പറയാൻ സാധിക്കത്തില്ല. ആ അമേരിക്കയുടെ മിലിറ്ററി എയർക്രാഫ്റ്റിലാണത് ഫെബ്രുവരി 5 ഇങ്ങോട്ട് വളരെ മോശമായ രീതിയിൽ നിന്നൊക്കെയാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അത് നമുക്കൊന്നും അതിനെ ഒരു രീതിയിലും തെറ്റായി കാണാൻ സാധിക്കത്തില്ല. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ഈ വിസിറ്റിൻ്റെ സാരാംശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ US നാടുകടത്തിയ രീതിയെക്കുറിച്ച് ഇന്ത്യയിൽ ആശങ്കയുണ്ട്. കാരണം ഓപ്പോസിഷൻ പാർട്ടീസും മീഡിയാസും എല്ലാം തന്നെ ഈ മോഡി ഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മോഡിയുടെ US സന്ദർശനം. പ്രധാനപ്പെട്ട ചില മേഖലകളിൽ, അതായത് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ എന്തൊക്കെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക്, ഇമിഗ്രേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 54 ലക്ഷത്തോളം ഇന്ത്യക്കാർ അവിടെ ഉണ്ട് എന്നുള്ള, അതായത് 1/2 കോടിയിലധികം ഇന്ത്യക്കാർ US-ലുണ്ട്, 3.5 ലക്ഷം വിദ്യാർത്ഥികൾ,
അപ്പോൾ ഈ കൂടിക്കാഴ്ച തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ഭാവി ബന്ധങ്ങൾക്ക് കൂടുതൽ ദിശാബോധം നൽകുന്നതായിരിക്കും എന്നൊക്കെയാണ് നമ്മളുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞത്. അതൊക്കെ ശരിയായിരിക്കാം. കാരണം ഇരു രാജ്യങ്ങൾക്കും ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ തിരിച്ച് ബീയിങ് എ പവർഫുൾ നേഷൻ, ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു പവർ എന്ന രീതിയിൽ ഇന്ത്യക്ക് അമേരിക്കയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ പല മേഖലകളിൽ. കാരണം ട്രേഡിൻ്റെ മേഖലകൾ മാത്രമല്ല, സെക്യൂരിറ്റി, ഡിഫൻസ്, ഈ കാര്യങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ സഹായങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആംസ്, അമ്യൂണിഷൻ, ടെക്നോളജി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇന്ത്യക്ക് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു രാജ്യം തന്നെയാണ്. വ്യാപാരം, ട്രേഡ്, പ്രതിരോധം, ഡിഫൻസ്, സുരക്ഷ, സെക്യൂരിറ്റി, ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ സഹകരണങ്ങൾ ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലകളിലെല്ലാം തന്നെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഊർജ്ജ സുരക്ഷ, എനർജി സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസ്, ന്യൂക്ലിയർ, അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ സോളാർ, ഇതുപോലൊക്കെയാണ് ഊർജ്ജ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലകളിലൊക്കെയുള്ള ഊർജ്ജ സുരക്ഷ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ കൂടുതൽ സഹകരണം, പിന്നെ ഇതെല്ലാം തന്നെ ഈ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണത്തിൽ അല്ലെങ്കിൽ ചർച്ചയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഫോർമലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, മെക്സിക്കോ, കാനഡ, ഈ രാജ്യങ്ങൾക്കെല്ലാം പുള്ളി ഉപയോഗിക്കുന്ന സെയിം കാർഡ് തന്നെയാണ്, ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ. അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ, ആ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രഗ്സിൻ്റെ, പിന്നെ ബോർഡർ കടന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനോട് ബന്ധിപ്പിച്ച് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം US താമസിക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങൾ, US താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചർച്ച തീർച്ചയായിട്ടും 100% ഉണ്ടാകും എന്നുള്ള അതിൽ സംശയമൊന്നുമില്ല. അപ്പം ട്രംപിൻ്റെ ഒരു അഭിപ്രായം, കൂടുതൽ രാജ്യങ്ങൾക്ക് അദ്ദേഹം തീരുവ അല്ലെങ്കിൽ താരിഫ്, ട്രേഡ്, വ്യാപാര തീരുവ ചുമത്തുമെന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. ഇപ്പം ഓൾറെഡി കാനഡ, മെക്സിക്കോ, ചൈന, ഈ രാജ്യങ്ങളാണ് ട്രംപ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ 3 രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റു രാജ്യങ്ങൾക്ക് മേലെയും, കൂടുതൽ രാജ്യങ്ങൾക്ക് മേലെയും ഈ പറഞ്ഞ വ്യാപാര തീരുവ അല്ലെങ്കിൽ ട്രേഡ് ടാരിഫ് പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജപ്പാനും ഇതിനകത്തിൽ ഒരു രാജ്യമാണ്, ട്രംപിൻ്റെ ലിസ്റ്റിലുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറഞ്ഞാൽ. അപ്പം ജപ്പാന്റെ പ്രധാനമന്ത്രിയുമായിട്ടും ഉള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഈ പറഞ്ഞ ടാരിഫുകൾ ഏർപ്പെടുത്തണമെന്ന നിലപാടാണ് ട്രംപ് പറയുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യക്കെതിരെ ടാരിഫ് അമേരിക്ക ഏർപ്പെടുത്തുമ്പോൾ അമേരിക്കൻ പ്രോഡക്ട്സ്, ഗുഡ്സിനെതിരെ ഇന്ത്യയും ടാരിഫ് ഏർപ്പെടുത്തണം. അല്ലെങ്കിൽ അമേരിക്ക ജപ്പാനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ടാരിഫ് ഏർപ്പെടുത്തുമ്പോൾ ജപ്പാൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും മേൽ ടാരിഫ് ഏർപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ അല്ലെങ്കിൽ പണം ഈടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം US ജപ്പാന്റെ മേൽ ടാരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ US പൈസ കിട്ടുകയും ജപ്പാൻ അമേരിക്കയുടെ മേൽ ടാരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ജപ്പാന് പൈസ കിട്ടുകയും ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പം ഇതിനുള്ള സാഹചര്യം ഈ ക്രോസ് ടാരിഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടാരിഫ് ചുമത്തുന്നത്. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കാരണം ഇപ്പോൾ അമേരിക്ക ഏതെങ്കിലും രാജ്യത്തിൻ്റെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യം നോക്കുന്ന ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്ക് മേൽ, അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ടാരിഫ് ഏർപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നൊരു ഗ്ലോബലൈസ്ഡ് എക്കോണമി ആയതുകൊണ്ട് പിന്നെ പ്രോഡക്ട്സ് ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുനിന്ന് പ്രൊക്യൂർ ചെയ്യാനോ ആക്സസ് ചെയ്യാനോ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പം അത് കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് എന്നാലും അതിനകത്തിലെ ചില ബുദ്ധിമുട്ടുകൾ ചില രാജ്യങ്ങൾ ഫേസ് ചെയ്യും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല.
കാരണം ഇപ്പോൾ ഒരു പ്രത്യേക ഒരു രാജ്യത്തു നിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ സോളാർ പിന്നെ പാനൽസ് ഒക്കെ അമേരിക്കയിലൊക്കെ ഒത്തിരി ഈ നല്ലവണ്ണം ഇമ്പോർട്ട് ചെയ്തതാണ്. അതായത് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്ത്യ. അതായത് അമേരിക്ക ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ സോളാർ പാനൽസ് അല്ലെങ്കിൽ സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട വില കുറഞ്ഞ സാധനങ്ങൾ, മെച്ചപ്പെട്ട സാധനങ്ങൾ, ക്വാളിറ്റി സാധനങ്ങളും വിലയിൽ പിന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ മേടിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് അവർ അക്യൂർ ചെയ്യുന്ന ആക്സസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സപ്ലൈ ചെയിൻ കട്ടായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അത് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ വിലക്കുറവാണെങ്കിൽ തന്നെയും ക്വാളിറ്റി മോശമായിരിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുതലാണെങ്കിൽ വില കൂടുതലായിരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് അങ്ങനെ കണ്ണും പൂട്ടി, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനും കണ്ണും പൂട്ടി ബ്ലൈൻഡായിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അമേരിക്ക ഇന്ത്യക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തുമ്പോൾ അമേരിക്ക നോക്കുന്ന അവർക്ക് വലിയ പരിക്കുകളില്ലാത്ത മേഖലകളിൽ മാത്രമേ അവർ ടാരിഫ് ഏർപ്പെടുത്തുള്ളൂ. ഉദാഹരണത്തിന് ഇന്ത്യ തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ടാരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യ നോക്കുന്നത് ഇന്ത്യക്ക് വലിയ പരിക്കുകളില്ലാത്ത മേഖലകളായിരിക്കും. ഇപ്പം ചൈനയുടെ കാര്യം പറഞ്ഞു. ചൈന അമേരിക്കക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തത് ഇപ്പം LNG, കോൾ, അതൊക്കെ പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നും ചൈന ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. അതേസമയം സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊന്നും ചൈന താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചൈനയുടെ എക്കോണമിയെ വളരെ സാരമായി ബാധിക്കുമെന്നുള്ളത് ചൈനയ്ക്ക് അറിയാൻ പറ്റും. കാരണം അതിനൊക്കെ ചൈനയ്ക്ക് അമേരിക്കയെ വൻതോതിൽ ഡിപ്പെൻഡ് ചെയ്തേ വരുന്നുള്ളൂ. അതുപോലെ ആയിരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ തിരിച്ച് അമേരിക്ക അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ വൻതോതിൽ ഈ പാനൽസ് അല്ലെങ്കിൽ സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ്, സോളാർ എനർജി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഈ ഒരു രീതിയിൽ പിന്നെ ബെറ്റർ ക്വാളിറ്റി കോമ്പറ്റേറ്റീവ് പ്രൈസിൽ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൽ അമേരിക്കയ്ക്ക് ആ ഒരു മേഖല ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. വലിയ പരിക്കുകളില്ലാത്ത മേഖലകളായിരിക്കും ആ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ട്രംപ് പറയുന്നത് പറഞ്ഞാൽ പരസ്പരം രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാരിഫ് ഏർപ്പെടുത്തണം. അപ്പോൾ അതിൽ നിന്ന് രണ്ട് രാജ്യങ്ങൾക്കും പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് കൂടെ പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം പിന്നെ സ്ഥിരമായിട്ടില്ലെങ്കിൽ സ്ഥായിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് അതിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പം ഇത് ട്രംപിൻ്റെ ഈ പോളിസി എത്രത്തോളം സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അവിടെ നിന്നുള്ള പിന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ പല ആൾക്കാരും പല എക്സ്പേർട്സും ഒക്കെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ മേഖലയാണ് ഈ പറഞ്ഞ കാര്യത്തിൽ ട്രംപ് ജപ്പാനുമായിട്ട് ഉള്ള കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നത്. കാരണം ജപ്പാനീസ് ഓട്ടോമൊബൈൽസ് നമുക്കറിയാം അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ നേരത്തെ തന്നെ പണ്ട് മുതലേ അവർ ക്യാപ്ചർ ചെയ്ത് ഡോമിനേറ്റ് ചെയ്യുന്നൊരു മേഖലയാണ്. അപ്പം തീർച്ചയായിട്ടും ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ജപ്പാനീസ് ഓട്ടോമൊബൈൽസിനെ ആയിരിക്കും. അപ്പോൾ തിരിച്ചതുപോലെ തന്നെ ജപ്പാൻ അവർക്ക് പരിഗണിക്കാവുന്ന മേഖലകൾ കണക്കിലെടുത്തുകൊണ്ട് ടാരിഫ് ഏർപ്പെടുത്തണം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ നടക്കാൻ പോകുന്ന നേതൃതല ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടാവുന്ന വിഷയങ്ങൾ ട്രേഡാണ്, ഇമിഗ്രേഷനാണ്, ഡിഫൻസാണ്, സെക്യൂരിറ്റി റീജിയണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. റീജിയണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പം ചൈനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റീജിയണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പം ഈ ഇൻഡോ പസഫിക് എന്ന് നമ്മൾ പറയുന്ന മേഖലകളിൽ ചൈനയാണ് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒരു ത്രെട്ട്. ഈ ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യയുടെ ഡോമിനൻസ് ഉണ്ടെങ്കിൽ തന്നെയും വളർന്നു വരുന്ന ചൈനയുടെ ഒരു ത്രെട്ട് നമുക്ക് കണ്ടില്ല നടിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ പസഫിക് ഓഷ്യനിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിലും അമേരിക്കയ്ക്ക് ഡോമിനൻസ് ഉണ്ടെങ്കിൽ തന്നെയും ചൈന അവിടെ കൂടുതൽ ആക്സസിന് വേണ്ടി അല്ലെങ്കിൽ ചൈനയ്ക്ക് കൂടുതൽ ഒരു ഡോമിനൻസ് കിട്ടുവാൻ വേണ്ടി അവർ സകല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒറ്റയ്ക്കോ ആ ഒരു റീജിയണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ വൻതോതിൽ വളർന്നു വരുന്ന ചൈനയുടെ സ്വാധീനത്തെയും
അല്ലെങ്കിൽ പവറിനെയും ഡോമിനൻസിനെയും പ്രതിരോധിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തിരിച്ചു അമേരിക്ക അമേരിക്കയുടെ പ്രോക്സിയായിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് സൂപ്പർവൈസറായിട്ടാണ് ഇന്ത്യയെ ഈ പറഞ്ഞ മേഖലയിൽ ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന പോലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കൂടുതൽ സൊഫിസ്റ്റിക്കൽ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ് ആയുധങ്ങളൊക്കെ തരികയും ഇന്ത്യയുടെ നേവിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമായ രീതിയിലുള്ള മുന്നോട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം. കാരണം ഇന്ത്യൻ നേവി അമേരിക്കയിൽ നിന്നും നമുക്കറിയാം മോഡേൺ വെപ്പൺസ് അല്ലെങ്കിൽ ആംസ് എല്ലാം വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ നേവി അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ചൈന സെൻട്രിക് ആയിട്ടുള്ള ഒരു പോളിസി അല്ലെങ്കിൽ ചൈനയെ ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ചൈനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് അത്. അപ്പോൾ അതാണ് റീജിയണൽ സെക്യൂരിറ്റി. ക്വാഡ് സംബന്ധിച്ചാണ് റീജിയണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൂടുതൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകും. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ വാങ്ങിക്കുന്നത് കുറച്ചിട്ട് അമേരിക്ക കൂടുതൽ ആശ്രയിക്കാനും പ്രത്യേകിച്ച് ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്ക് വളരെ ആകാംക്ഷ നൽകുന്നൊരു കാര്യമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നായിരിക്കുമോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നായിരിക്കുമോ വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പം മിലിറ്ററി അക്വിസിഷൻ അതുപോലെ തന്നെ എനർജി സെക്യൂരിറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ പരസ്പരമുള്ള കൊളാബറേഷൻ ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇമിഗ്രേഷൻ ഇഷ്യൂസ് ഒരു പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ എങ്ങനെ ഇന്ത്യ റെസ്പോണ്ട് ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മോഡിയെ വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് ഫ്രാൻസിൽ നടക്കുന്ന ഫെബ്രുവരി 10-11 ഒരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സമ്മിറ്റ് ഉണ്ട്, ഉച്ചകോടിയുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും മോഡി അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ബിസിനസ് ലീഡേഴ്സുമായിട്ടും എലോൺ മസ്ക് പോലുള്ള ബിസിനസ് ലീഡേഴ്സുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുവാൻ ഉള്ള ശ്രമങ്ങൾ മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ 2024 സെപ്റ്റംബറിൽ മോഡി അമേരിക്ക സന്ദർശിച്ചിരുന്നു. അപ്പം ക്വാഡ് ലീഡർ സമ്മിറ്റ് അതുപോലെ തന്നെ UN ജനറൽ അസംബ്ലി ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ മോഡി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ആഗോള രാഷ്ട്രീയ ഒരു ഭൂമികയുടെ അടിസ്ഥാനത്തിൽ അത് ട്രംപുമായിട്ടുള്ള മീറ്റിങ്ങും ട്രംപുമായിട്ടുള്ള സംഭാഷണവും ഒക്കെ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ബന്ധങ്ങൾ ഇനിയും വരുന്ന വർഷങ്ങളിലേക്ക് കൂടുതൽ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ വളരെ ക്രിയാത്മകമായിട്ട് കൊണ്ടുവരാനും സഹായകരമായിരിക്കും. അല്ലെങ്കിൽ ആ ഡയറക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇരു രാജ്യങ്ങളും ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ട്രംപ് ഈ അടുത്ത സമയത്ത് ഫെബ്രുവരി 5-ാം തീയതി 104 ഇന്ത്യൻ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ശരിക്കും പറയുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ ഒരു രാജ്യത്ത് ചെന്നെത്തുന്ന ആൾക്കാരാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞത്. ഇമിഗ്രൻസ് മൈഗ്രേഷൻ ആണ്, പക്ഷെ അത് ഇല്ലീഗലാണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രേഷനാണ്. അപ്പം ട്രംപ് ആദ്യം മുതലേ പറഞ്ഞത് ഞാൻ പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തു നിന്നുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇവിടെ നാട്ടിപ്പായിക്കും അല്ലെങ്കിൽ പറഞ്ഞു പിടിക്കുമെന്ന് പുള്ളി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പുള്ളി പ്രവർത്തിക്കുകയും ചെയ്തു. മിലിറ്ററി എയർക്രാഫ്റ്റിലാണ് ആദ്യത്തെ ബാച്ച് 104 ഇന്ത്യക്കാരെ അമൃത്സറിലേക്ക് ഫെബ്രുവരി 5-ാം തീയതി പുള്ളി പറഞ്ഞു വിട്ടത്. അപ്പം ഇത് തുടക്കമാണ് അതിൻ്റെ. അപ്പം കണക്കുകൾ പറയുന്നത് ജയശങ്കർ നമ്മളുടെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമൊന്നുമില്ല, അത് വളരെ കാലമായിട്ട് ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഉള്ള ഫോർമാലിറ്റീസോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നുണ്ട്. നാഷണാലിറ്റി വെരിഫിക്കേഷൻ, കാരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും നാഷണാലിറ്റി വെരിഫിക്കേഷൻ ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ അവർ പറയുകയാണ് ഇത് നിങ്ങളുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ഇമിഗ്രൻ്റ് ആണ്, ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്നും ആ ഉറപ്പ് ഉണ്ടാണ് ഇത് നമ്മളുടെ നാഷണൽ സിറ്റിസൺ ആണ്, അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലുള്ള പ്രവാസം ഇല്ലീഗലാണെന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ബൈഡന്റെ ഭരണ സമയത്തും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ട്രംപ് വന്നപ്പോൾ ചെയ്തൊരു കാര്യമല്ല എന്നാണ്
അതാണ് അങ്ങനെ തന്നെ ശരിയാ. പെട്ടെന്ന് ഇത് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ 104 ഇന്ത്യക്കാരെ അവിടുന്ന് ഇവിടുന്ന് പിടിച്ചിട്ട് അവിടുത്തെ മിലിറ്ററി അല്ലെങ്കിൽ സിവിൽ എയർക്രാഫ്റ്റിൽ പറഞ്ഞു വിടാൻ സാധിക്കില്ല. കാരണം അതൊരു ലോങ് സ്റ്റാൻഡിങ് പ്രോസസ്സിന്റെ ഭാഗം തന്നെയാണ്. രണ്ട് രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം പോളിസി ഇഷ്യൂസ് ആകുമ്പോൾ അതിന് ഫോർമാലിറ്റീസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട്, ഡോക്യുമെന്റേഷൻ ഇൻസ്പെക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ലോങ് സ്റ്റാൻഡിങ് പ്രോസസ് തന്നെയാണ്. തീർച്ചയായിട്ടും പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ഈ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എവരെ ആരാണ് അവിടെ എത്തിച്ചെന്നുള്ളത് ഇന്ത്യൻ അതോറിറ്റീസിന് അറിയേണ്ടി വരും. കാരണം നമുക്കറിയാം ഇവിടുന്ന് ഒത്തിരി പിന്നെ ഫേക്ക് ആയിട്ടുള്ള, അതിപ്പം അമേരിക്കയിലേക്ക് മാത്രമല്ല പല രാജ്യങ്ങളിലേക്ക് ഇല്ലീഗലായിട്ട് മനുഷ്യക്കടത്ത്, ഇത് ഹ്യൂമൻ ട്രാഫിക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്ക് നമ്മുടെ രാജ്യത്ത് ആരാണ് ഇത് ചെയ്യുന്നത്? ഏതെങ്കിലും സംഘടനകളാണോ, ഏതെങ്കിലും വ്യക്തികളാണോ, ആരാണ് നിങ്ങളെ കൊണ്ടുപോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചോദിച്ചറിയുകയും പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും, അപ്പോൾ അങ്ങനെയുള്ള ഇതുപോലുള്ള സംഘടനകൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ തീർച്ചയായിട്ടും എടുക്കും. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് ഇതെല്ലാം ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാവലാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഫ്രോഡാണ് ശരിക്കും പറഞ്ഞാൽ, നിയമപരമായിട്ടുള്ള അല്ല. നല്ല രജിസ്ട്രേഷനും ലൈസൻസും ഉള്ള ട്രാവൽ ഏജൻസീസോ അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇതുപോലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പ്രോത്സാഹിപ്പിക്കുകയോ ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാവലിനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മറ്റ് ഇല്ലീഗലായിട്ടുള്ള പിന്നെ ആളുകൾ, ഇല്ലീഗലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ തീർച്ചയായിട്ടും അതോറിറ്റീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികൾ, ഭരണകൂടം തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇല്ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഇനിയും US തിരിച്ചു പോകാനേ പറ്റത്തില്ല. കാരണം അത് പെർമനന്റ് ബാനാണ്. അവരുടെ ബയോമെട്രിക്സ് എല്ലാം അവിടെ കളക്ട് ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ അതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ എൻട്രി തീർച്ചയായിട്ടും അവിടത്തേക്ക് പറ്റത്തില്ലായിരുന്നു. അവരുടെ മറ്റ് പല രാജ്യങ്ങൾക്കെതിരെ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ, അതായത് കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊന്നും ഈ പറഞ്ഞ ഇപ്പം ഇങ്ങോട്ട് ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ പറഞ്ഞ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇനി ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാരണം ഇതെല്ലാം അമേരിക്കയുടെ പിന്നെ ആംഗ്ലോ അമേരിക്കൻ സിസ്റ്റത്തിൽ വരുന്ന രാജ്യങ്ങളാണ്. 5 Eyes എന്ന് പറഞ്ഞ രാജ്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഒന്നും ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇനിയും ലീഗലായിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവരെല്ലാം ബയോമെട്രിക്സും അതുപോലുള്ള ഡേറ്റ എല്ലാം അവരുടെ സിസ്റ്റത്തിൽ, ഈ രാജ്യങ്ങളെല്ലാം സിസ്റ്റത്തിൽ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ഒരു വ്യക്തികൾക്കും ഇനി അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പം ഇതുവരെ ഡിപ്പോർട്ടേഷന് വേണ്ടി ഐഡന്റിഫൈ ചെയ്തത് 18,000 ആൾക്കാരാണ്. പക്ഷേ 7,25,000 അൺഡോക്യുമെന്റഡ് ഇന്ത്യൻസ്, ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട് എന്നുള്ളതാണ് എസ്റ്റിമേഷൻ. അപ്പം ഈ 7,25,000 പേരെ കണ്ടുപിടിച്ച് അവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. പക്ഷേ ഇപ്പം 18,000 ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 104 പേരെ ഇപ്പം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് അവർ ഈ പറഞ്ഞ ഈ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടുപിടിച്ച് അവരുടെ സ്വന്തം നാടുകളിലേക്ക് വിടുന്ന ഈ ഒരു പിന്നെ ശ്രമം അവർ വളരെ ശക്തമായിട്ട് മുന്നോട്ട് തുടരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയൊരു ചലഞ്ചാണ്. കാരണം ഈ ഇമിഗ്രേഷൻ കൺട്രോളും, കാരണം ഒത്തിരി ആൾക്കാർ ലീഗലായിട്ട് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് ജോലി തേടി. നമുക്കറിയാം ജോലി തേടി ഒത്തിരി ആൾക്കാർ ലീഗലായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ഇത് വലിയൊരു ചലഞ്ച് തന്നെയാണ് ഇനി നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതെല്ലാം മോഡിയും ട്രംപും തമ്മിലുള്ള മീറ്റിങ്ങിൽ ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിന് ഇരു രാജ്യങ്ങൾക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാമായിരിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ട്രംപിന്റെ ഭാഗത്ത് ഇതുപോലുള്ള ഹാർഡ് ആൻഡ് ഫാസ്റ്റ്, എന്താണ് പറയുന്നത്, വളരെ ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പോളിസി മെഷേഴ്സ് ഉണ്ടാകും ഇന്ത്യക്കെതിരെ മാത്രമല്ല പല രാജ്യങ്ങൾക്കെതിരെ. കാരണം കൊളംബിയയിലേക്കും ഇമിഗ്രൻസിനെ കൊളംബിയ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ കൊളംബിയയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ടാരിഫ് ഏർപ്പെടുത്തുന്ന ട്രംപ് ഭീഷണിപ്പെടുത്തപ്പോൾ കൊളംബിയ തന്നെ അവരുടെ
എയർക്രാഫ്റ്റിൽ തന്നെ കൊളംബിയൻ എയർക്രാഫ്റ്റിൽ തന്നെ ഈ ഡിപ്പോർട്ടീസിനെ അല്ലെങ്കിൽ ഈ ഇമിഗ്രൻസിനെ തിരിച്ച് എടുത്തോളാമെന്നുള്ള രീതിയിലൊക്കെ കൊളംബിയ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയായിരിക്കും വളരെ ബ്രീഫായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോഡി അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചർച്ചാ വിഷയങ്ങൾ. അപ്പോൾ ഇനി ഫെബ്രുവരി 12, 13 ദിവസങ്ങളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ, അവരെന്തായിരിക്കും. തീർച്ചയായിട്ടും ഈ മേഖലകളൊക്കെ തന്നെ ആയിരിക്കും. ഒന്ന് ട്രേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്തിൽ ഒത്തിരി പിന്നെ അമേരിക്ക, ട്രംപ് ഓൾറെഡി ഒത്തിരി ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ തന്നെ. അതുപോലെ ഇന്ത്യക്കും തീർച്ചയായിട്ടും പല മേഖലകളിൽ ആശങ്കകൾ ഉണ്ടായിരിക്കാം. അത് ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ പരസ്പര പ്രശ്നബാധിത പ്രദേശങ്ങൾ നമ്മൾ പറയത്തില്ലേ, ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തും എന്നുള്ളതിനകത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷ നിലനിർത്താം. അതുപോലെ തന്നെ ഡിഫൻസ്, അത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. പ്രതിരോധ മേഖലയിൽ സെക്യൂരിറ്റി, റീജിയണൽ സെക്യൂരിറ്റി എസ്പെഷ്യലി. പിന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ കരാറുകൾ ഇനിയും മുന്നോട്ട് പല മേഖലകളിലും അത് ശക്തമായി പോകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത് ഇന്ത്യക്ക് അനുകൂലമോ പ്രതികൂലമോ എന്നുള്ള പിന്നത്തെ വിഷയമൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നത് സാധ്യതകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ, ഈ ഇമിഗ്രേഷൻ്റെ മേഖലയിൽ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചാ വിഷയമാകും എന്ന് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇനിയും അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.